ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. വിവാദമാകാൻ സാധ്യതയുള്ള ആരോപണവുമായി ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി. പുൽവാമ ആക്രമണത്തിന് പിന്നിലും ഗോദ്രയിൽ തീവണ്ടി ആക്രമിച്ച് കർസേവകരെ കൊലപ്പെടുത്തിയതിനു പിന്നിലും ബിജെപിയുടെ ഗൂഢാലോചനയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പുൽവാമയിലെ സൈനികർക്കെതിരായ ആക്രമണം നടത്തിയ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ ഗുജറാത്തിൽ നിന്നുള്ളതാണെന്നും അദ്ദേഹം ANI വാർത്താ ഏജൻസിയോട് പറഞ്ഞു. രാജ്യസുരക്ഷയെ മുൻനിർത്തി ബിജെപി പ്രചരണം നടത്തുമ്പോഴും ആക്രമണങ്ങൾക്കു പിന്നിൽ ബിജെപി ആണ് എന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി ശങ്കർ സിംഗ് വഗേല. പുൽവാമയിൽ 40 സൈനികർ രക്തസാക്ഷികളായതിനു പിന്നിൽ BJP ആണെന്നും തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയാണിതെന്നുമാണ് വഗേല പറയുന്നത്. 2002 ഗുജറാത്തിലെ ഗോദ്രയിലെ തീവണ്ടിക്ക് തീവെച്ചതും BJPയുടെ ഗൂഢാലോചനയാണ് എന്നും അദ്ദേഹം ആരോപിച്ചു. ഏറെക്കാലം കോൺഗ്രസ് നേതാവായിരുന്ന ശങ്കർ സിംഗ് വഗേല അടുത്തിടെയാണ് NCPയിൽ ചേർന്നത്. പുൽവാമ ആക്രമണത്തെക്കുറിച്ച് നേരത്തെ രഹസ്യാന്വേഷണ വിഭാഗം സൂചന നൽകിയിരുന്നുവെങ്കിലും സൈനികരുടെ സുരക്ഷ ഉറപ്പാക്കാൻ യാതൊരു നടപടിയും കേന്ദ്ര സർക്കാർ എടുത്തില്ല എന്നും മോദി സർക്കാർ മനഃപൂർവ്വം വീഴ്ച വരുത്തിയതായിരുന്നുവെന്നും വഗേല പറഞ്ഞു. ഭീകരവാദം തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ BJP ഉപയോഗിക്കാറുണ്ട്. ബലാക്കോട്ടിൽ ഒരാൾ പോലും കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര ഏജൻസികൾ കണ്ടെത്തിയിട്ടില്ല എന്നും വഗേല പറഞ്ഞു. 200-ലധികം പേരെ കൊലപ്പെടുത്തി എന്നാദ്യം പറഞ്ഞ സർക്കാർ കൊലപ്പെടുത്തലല്ല സൈന്യം ലക്ഷ്യമിട്ടത് എന്നാണ് പിന്നീട് വിശദീകരിച്ചത്. ഇതിലും ദുരൂഹതയുണ്ട് എന്നാണ് വഗേല പറയുന്നത്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ആക്രമണങ്ങളെ ശരിയായ രീതിയിൽ വിലയിരുത്തണമെന്നും വഗേല ആവശ്യപ്പെട്ടു. ബലാക്കോട്ട് ആക്രമണത്തെക്കുറിച്ച് നേരത്തെ വിവരം ലഭിച്ചിരുന്നു എന്ന് സർക്കാർ പറയുമ്പോഴും എന്തുകൊണ്ടാണ് പുൽവാമ ആക്രമണം നടക്കുന്നതുവരെ കാത്തിരുന്നത് എന്നാണ് വഗേല ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.